രാഹുൽ തരംഗം അസ്തമിച്ചു എന്ന് വീമ്പ് പറഞ്ഞവർക്കൊക്കെ മികച്ച തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാലുകുത്താൻ പോലും സമ്മതിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയവരുടെ മുന്നിൽ വീണ്ടും ഒരു വട്ടം കൂടി നെഞ്ചും വിരിച്ചിറങ്ങുകയാണ് രാഹുൽ തരംഗം ഇപ്പോഴും പാലക്കാടിന്റെ മണ്ണിൽ അലയടിക്കുന്നുണ്ട്. ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന നഗരസഭകളിൽ ഒന്നായിരുന്നു പാലക്കാട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന നഗരസഭയിൽ 52 വാർഡുകളിലെ അന്തിമ ഫലം വന്നപ്പോൾ BJP 27 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ കോൺഗ്രസ് 15 സീറ്റുകളും നേടി. കേരളം മുഴുവൻ ഉറ്റുനോക്കിയ പാലക്കാട് നഗരസഭയിലെ പ്രധാനപ്പെട്ട വാർഡായിരുന്നു കുന്നത്തൂർ മീഡ് നോർത്ത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം വാർഡാണ് കുന്നത്തൂർ മീഡ് നോർത്ത്. ഈ നിർണായക വാർഡിൽ UDF സ്ഥാനാർത്ഥി പ്രശോഭം 397 വോട്ടുകൾ നേടി വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. പ്രിയ നേതാവിനെതിരെ പല കോണുകളിൽ നിന്ന് കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങൾ രാഹുലിനും കോൺഗ്രസിനും അനുകൂലമായി വിധി എഴുതിയതിന്റെ വ്യക്തമായ തെളിവാണ് ഈ വിജയം. രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ ഉണ്ടായിട്ട് പോലും അദ്ദേഹം പ്രവർത്തകർക്ക് വേണ്ടി പ്രചാരണ പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു. രാഹുൽ വോട്ട് ചെയ്ത അതേ വാർഡ് UDF നിലനിർത്തുക മാത്രമല്ല, രാഹുലിനെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കെല്ലാം മറുപടി നൽകുന്ന വിധത്തിൽ പ്രശോഭ് വിജയം കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. രാഹുൽ തരംഗമാണ് ഈ വിജയത്തിന് നിർണായക ഘടകമായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്നു വന്ന 2 കേസുകളിലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം ജീവിതം അവസാനിപ്പിച്ച് പാലക്കാട് എത്തി വോട്ട് രേഖപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ BJPക്ക് തുടർച്ചയായി 3ാം തവണയും ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്ന വാർത്ത പുറത്തു വരുമ്പോഴും UDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെക്കാൻ സാധിച്ചത്. നഗരസഭയിലെ പല വാർഡുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജനവിധി രാഹുൽ മാങ്കൂട്ടത്തിൽ തരംഗം പാലക്കാട് നഗരസഭയിൽ നിലനിൽക്കുന്നു എന്നതിന്റെ ശക്തമായ തെളിവാണ്. BJP ഭരണം കയ്യാളിയെങ്കിലും യുവത്വത്തിനും കോൺഗ്രസിനും അനുകൂലമായ ശക്തമായ പ്രതിരോധം തീർക്കാൻ പാലക്കാട് നഗരസഭയിൽ UDFന് കഴിഞ്ഞിരിക്കുന്നു. 52 വാർഡുകളുള്ള നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റ് കുറവായിട്ടും BJP 25 സീറ്റുകൾ നേടി നഗരസഭ ഭരിക്കും. കഴിഞ്ഞ കൗൺസിലിൽ BJPക്ക് 28 സീറ്റുകൾ ഉണ്ടായിരുന്നു. 2015-ൽ അവർ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ 24 സീറ്റുകളാണ് നേടിയിരുന്നത്. UDFന് 17 സീറ്റുകൾ നേടാൻ കഴിഞ്ഞപ്പോൾ LDF 8 സീറ്റുകളിൽ ഒതുങ്ങി. 3 സ്വതന്ത്ര വിജയികളാണ് ഉള്ളത്. അതിലൊരാൾ UDF വിമതനാണ്. ഭൂരിപക്ഷത്തിന് 2 സീറ്റ് കുറവാണെങ്കിലും BJPയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ UDFും LDFും കൈകോർക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. BJP സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസ് പട്ടിക്കര വാർഡിൽ UDF സ്ഥാനാർത്ഥി വിനോദ് പട്ടിക്കരയെ 415 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. മുൻ BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റും കഴിഞ്ഞ കൗൺസിൽ വൈസ് ചെയർപേഴ്സണുമായിരുന്ന E കൃഷ്ണദാസ് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശക്തമായ മത്സരാർത്ഥിയായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ BJP ജില്ലാ സെക്രട്ടറി P സ്മിതേഷ് മുരുകനി വാർഡിൽ കോൺഗ്രസ് നേതാവ് K ഭവദാസിനെ 87 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. 2020-ൽ ഭവദാസ് UDF വിമതനായി ഇവിടെ വിജയിച്ച സ്ഥാനാർത്ഥിയാണ്. അയ്യപുരം വെസ്റ്റ്, കൽപ്പാത്തി ഈസ്റ്റ്, തോണിപ്പാലയം, കുമാരപുരം, മട്ടുമന്ത, ശേഖരിപുരം, കുന്നത്തൂർമേട് സൗത്ത്, ശ്രീരാംപാളയം, മേലാമുറി, മേപ്പറമ്പ്, കർണകി നഗർ വെസ്റ്റ്, വടക്കന്തറ ഈസ്റ്റ്, വടക്കന്തറ, ജൈനമേട് തുടങ്ങിയ വാർഡുകളിലാണ് BJP വിജയിച്ചത്. UDF വിജയിച്ച പ്രധാന വാർഡുകൾ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുന്നത്തൂർമേട് നോർത്ത് കൂടാതെ ഒലവക്കോട് സെൻട്രൽ, കൽപ്പാത്തി, കുന്നുംപുറം, കല്ലേപ്പുള്ളി നോർത്ത്, കല്ലേപ്പുള്ളി സൗത്ത്, നരിക്കുത്തി, ചെറുക്കാട്, പൂളക്കാട്, വെണ്ണക്കര സൗത്ത്, വെണ്ണക്കര സെൻട്രൽ, തിരുനെല്ലായി ഈസ്റ്റ്, തിരുനെല്ലായി വെസ്റ്റ്, കള്ളിക്കാട്, കോട്ടമൈതാനം, നൂറണി തുടങ്ങിയ വാർഡുകളിലെല്ലാം വിജയക്കൊടി പാറിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിത്തണ്ണി, പള്ളിപ്പുറം, ഒലവക്കോട് സൗത്ത് എന്നീ വാർഡുകളിലാണ് വിജയിച്ചത്.